الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم. ആദരണീയനായ ഹൽക്ക അമീർ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഖാലിദ് മുസ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി മുജീബുർ റഹ്മാൻ സാഹിബ്, ടി കെ ഇബ്രാഹിം സാഹിബ്, വേദിയിലുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന അതിൻ്റെ സന്ദേശത്തെപ്പറ്റി ആദരണീയനായ ഹൽക്ക അമീർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇസ്ലാമിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. ഒരു ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദർശമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് മനുഷ്യാരംഭം മുതൽ മാനവരാശിയെ സന്മാർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി കടന്നുവന്ന അമ്പിയാക്കൾ പ്രഖ്യാപിച്ച അതേ ആദർശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യമായി അംഗീകരിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ചു തന്നിട്ടുള്ള ലക്ഷ്യമാണ്. പ്രവാചകന്മാരെ ദൃഢചിത്തരായ പ്രവാചകന്മാർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഉലുൽ അസ്മി മിനർ റുസുൽ, അവരെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് മുഴുവൻ അമ്പിയാക്കളുടെയും ലക്ഷ്യമായി ഖുർആൻ എടുത്തു കാണിച്ച അൻ അഖീമുദ്ദീൻ, ദീനുൽ ഇസ്ലാമിൻ്റെ ഇഖാമത്ത്, അതിനെ സ്ഥാപിച്ചു നിലനിർത്തുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഈ ലക്ഷ്യത്തിലേക്കുള്ള അതിൻ്റെ മാർഗമായി അതിൻ്റെ ഭരണഘടന പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ അടിസ്ഥാനം
പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. രണ്ടാമതായി അത് പറയുന്നത് സമൂഹത്തിൽ വർഗസംഘട്ടനമോ വർഗീയ വിദ്വേഷമോ സാമുദായികമായ ധ്രുവീകരണമോ ഉണ്ടാകുന്ന നാട്ടിൽ നാശമുണ്ടാക്കുന്ന ഒരു മാർഗവും അത് സ്വീകരിക്കുകയില്ല എന്നതാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ആഹ്വാനമാണ്. വർഗീയത, വിഭാഗീയത, പക്ഷപാതിത്വം അതിനെ ഇസ്ലാം അതിശക്തമായി നിരാകരിക്കുന്നു. പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും അതിൻ്റെ സന്ദേശത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് മനംമാറ്റത്തിലൂടെയുള്ള സാമൂഹ്യ പരിവർത്തനം, അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൈലി. മനുഷ്യ മനസ്സുകളോടാണ് അത് സംവദിക്കുന്നത്, ബുദ്ധിയോടാണ് അത് സംസാരിക്കുന്നത്. ഇസ്ലാമിനെ ഈ രാജ്യനിവാസികൾക്ക് മുമ്പിൽ സമർപ്പിക്കുക. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അത് മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇസ്ലാമിനെ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക എന്നതാണ് ജമാഅത്ത് ഉയർത്തിയ ഏറ്റവും വലിയ സന്ദേശം. ഇസ്ലാമിൻ്റെ അവകാശികൾ മുഴുവൻ മനുഷ്യരുമാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇസ്ലാം എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞപ്പോൾ കേരളീയ സമൂഹത്തിൽ അതൊരു വിചിത്രമായ ശബ്ദമായിരുന്നു. അങ്ങനെ ഒരു ഇസ്ലാമോ എന്നതായിരുന്നു. പരിശുദ്ധ ഖുർആനിനെ സമർപ്പിക്കുന്നത് അത് മുഴുവൻ മനുഷ്യർക്കുമാണ്. ഹുദൽ ലിന്നാസ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ് ആദർശമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ മുഴുവൻ മനുഷ്യരാശിയോടുമുള്ള അങ്ങേയറ്റത്തെ കാരുണ്യത്തെയും കടപ്പാടിനെയുമാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അൽ ഹൽഖു ഖിയാലുല്ലാഹ് അഹബ്ബുൽ ഹൽഖി ഇലല്ലാഹി അൻഫഅഹും ലിഖിയാലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സൃഷ്ടികളൊക്കെയും അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ഈ സ്വന്തക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നവരാരോ അവരെയാണ് അല്ലാഹു ഏറ്റവും സ്നേഹിക്കുന്നത്. എല്ലാ സൃഷ്ടികളും അല്ലാഹുവിന്റെ സ്വന്തക്കാരാണ്. ഒരേ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികൾ എന്ന നിലയിൽ ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്നതിനേക്കാൾ ഉയർന്ന സാഹോദര്യ ബന്ധം അവർക്കിടയിൽ ഉണ്ടാവണം എന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്നു. ആ തലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ആദർശത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഖുർആൻ അതിനെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കാലഘട്ടം ഈ ഇസ്ലാമിനെ ഏറെ തേടുന്ന ഒരു കാലഘട്ടമാണ്. ലോകത്തുടനീളം നമുക്കത് കാണാൻ കഴിയും. ഇന്ന് ഇസ്ലാം ലോകത്ത് സജീവ ചർച്ചയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് ഇസ്ലാമിനെ സമർപ്പിച്ചത് ഇസ്ലാം ഒരു സമഗ്ര സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. മനുഷ്യ സമൂഹത്തിന്റെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന്റെ മാർഗമാണ് അത്. ഭൗതിക ലോകത്ത്
നിങ്ങൾക്കൊരു ക്ഷേമ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും. ശാശ്വതമായ പരലോക ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സന്ദേശം ഇന്ന് ലോകത്ത് ഏറെ പ്രസക്തമായിട്ടുള്ള കാലഘട്ടത്തിലാണ്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ ശവപ്പറമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനിയും പ്രബുദ്ധ കേരളത്തിന്റെ പ്രബുദ്ധമായിട്ടുള്ള കോഴിക്കോട്ട് വന്ന് മാർക്സിസമാണ് ശരി, സോഷ്യലിസമാണ് അതിനുള്ള മാർഗം, വിജയത്തിന്റെ മാർഗം എന്ന് പറയണമെങ്കിൽ മുമ്പ് MP നാരായണപിള്ള കലാകൗമുദിയിൽ എഴുതിയിരുന്നു, ഇനിയും സോഷ്യലിസം സോഷ്യലിസം എന്ന് പറയുന്നവരെ വല്ല മനോരോഗ ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സിക്കണം എന്ന്. അവിടെന്നും അപ്പുറത്താണ് കാര്യമുള്ളത്. ഏതു മാർക്സിസത്തെപ്പറ്റിയും ഏത് സോഷ്യലിസത്തെപ്പറ്റിയുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ വിമർശിക്കുകയല്ല. നമ്മുടെ കാലഘട്ടം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുതിയ അന്വേഷണം ലോകത്തിന്റെ മുമ്പിൽ പ്രസക്തമാക്കി തീർക്കിയിരിക്കുകയാണ്. ദൈവികമായ മാർഗദർശനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വിമോചനത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ലോകതലത്തിൽ ഇസ്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതൊരു സമ്പൂർണ്ണ ജീവിത പദ്ധതി എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ്. 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ ശരീഅത്ത് എന്ന് ഇസ്ലാമിനെ വിമർശിച്ചിരുന്നവർ തന്നെയാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ പറ്റി സംസാരിച്ചത്. അത് കേവലമായ കുറച്ച് ഗൾഫ് പണം നേടിയെടുക്കാൻ ഉള്ള താല്പര്യങ്ങൾ മാത്രമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് വിവരിക്കുന്നത് പ്രത്യയശാസ്ത്ര സാധ്യമുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശരിയാവുകയില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, ഹൈക്കോടതിയിൽ അതിനെതിരിൽ റിട്ട് ചെന്നപ്പോ ബഹുമാനപ്പെട്ട കോടതി അതിൽ പറഞ്ഞത് സുബ്രഹ്മണ്യസ്വാമിയുടെ വാദം ഇത് ഒരു മതപ്രവർത്തനമാണ് എന്നതായിരുന്നു. അങ്ങനെയല്ല, ഇതൊരു പൊതുക്ഷേമത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്, ഒരു സാമ്പത്തികമായ ബിസിനസ്സാണ്, ഏർപ്പാടാണ്, പൊതുക്ഷേമമാണ് അതിന്റെ ലക്ഷ്യം. പൊതുക്ഷേമം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം അതൊരു മതത്തിൻ്റെതായി പോയി എന്നതിന്റെ പേരിൽ മാത്രം അതിനെ നിരാകരിക്കുന്നത് ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന സെക്കുലറിസത്തിന് എതിരാകും എന്നായിരുന്നു കോടതിയുടെ വിധി. നമുക്ക് പറയാനുള്ളത് ഇസ്ലാം തന്നെ പൊതുക്ഷേമത്തിനുള്ളതാണ്. സമ്പൂർണമായ സമഗ്രമായ ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ, അതിന്റെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരംശം മാത്രമായിട്ടുള്ള ഇസ്ലാമിക് ബാങ്കിങ് അതുമാത്രം എടുത്തുകൊണ്ട് പരീക്ഷിച്ച് വിജയിപ്പിച്ചെടുക്കുക 100% സാധ്യമായി കൊള്ളണം എന്നില്ല. കാരണം ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാണ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥ, അതിന്റെ ആത്മീയ വ്യവസ്ഥ, അതിന്റെ രാഷ്ട്രീയ വ്യവസ്ഥ, ഇവയൊക്കെ പരസ്പര പൂരകങ്ങളാണ്. അതിനാൽ ഈ രാജ്യനിവാസികളുടെ മുമ്പിൽ ഇസ്ലാമിനെ തന്നെ സമർപ്പിക്കുക, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനപരമായ പ്രമേയം എന്താണ്? ഇൽമു ഉസൂലുൽ ഫിഖ്ഹിന്റെ, ഉലൂമുൽ ഖുർആനിന്റെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഖുർആനിന്റെ പ്രമേയം അൽ ഇൻസാൻ സലാഹിയതുഹു ഫിദ്ദുനിയാ വൽ ആഖിറ, മനുഷ്യൻ അവന്റെ ഐഹികവും പാരത്രികവുമായ വിജയമാണ്. അതാണ് ഖുർആനിന്റെ അടിസ്ഥാനം.
ഖുർആൻ പ്രതിനിധാനം ചെയ്യുന്ന ആദർശം, ആശയം, ഒരേ ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളാണ് മനുഷ്യരൊക്കെ. ഒരേ ഒരു സൃഷ്ടികർത്താവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പരമേശ്വരൻ എന്ന് വിളിച്ചാലും കർത്താവ് എന്ന് വിളിച്ചാലും അല്ലാഹു എന്ന് വിളിച്ചാലും ഒരേ ഒരു പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥന്റെ മാർഗദർശനത്തിനനുസരിച്ചു മനുഷ്യൻ ജീവിക്കണം. ആ മാർഗദർശനം മാനവ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ ദൂതന്മാർ കടന്നു വന്നിട്ടുണ്ട്. മനുഷ്യരായ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. 1,00,000-ലേറെ അംബിയ മുർസലുകൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ കടന്നു വന്നപ്പോ വിമർശനമുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ മാത്രമാണ്. ഖുർആൻ അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ സമ്മതിച്ചു, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെയാണ്. അതേ അവസരത്തിൽ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ പടച്ച തമ്പുരാന്റെ വഹി ലഭിക്കുന്നു, അവന്റെ ബോധനം ലഭിക്കുന്നു. ഈ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണിയാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മഹനീയമായ വിശുദ്ധമായ അതിന്റെ ജീവിത ദർശനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാടാണ് പൗരോഹിത്യത്തിൻ്റെത് എന്ന് പറയുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പ് കടന്നു വന്ന ഈസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ, മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ, അവരെ പറ്റിയുള്ള ഖുർആനിന്റെ വിമർശനം അവർ തെളിമയാർന്ന ഇസ്ലാമിലേക്ക് പൗരോഹിത്യത്തെ കടത്തിക്കൊണ്ടുവന്നു. ഇത്തഖദു അഹ്ബാരഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം. അവർ മൂസാ നബി അലൈഹിസ്സലാമയുടെ അനുയായികൾ പിൽക്കാലത്ത് അവരുടെ പണ്ഡിതന്മാരെ, ജൂതർ അവരുടെ പണ്ഡിതന്മാരെ, ക്രൈസ്തവർ ഈസാ നബി അലൈഹിസ്സലാമയെ, അവരുടെ പണ്ഡിതന്മാരെ അല്ലാഹുവിനെ കൂടാതെ റബ്ബുകളാക്കി. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അവര് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഒരൊറ്റ ഇലാഹിന് ഇബാദത്തു ചെയ്യാനല്ലാതെ. ഈ ജൂത ക്രൈസ്തവ പണ്ഡിതന്മാരെ അവർ റബ്ബുകളാക്കി. അത് അല്ലാഹുവിനെ കൂടാതെ അവർ ഇലാഹുകളാക്കലാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതാഊഹും കമാ യുതാഉർ റബ്ബ്, റബ്ബിനെ അനുസരിക്കുന്നത് പോലെ ആ ജൂത ക്രൈസ്തവ പുരോഹിതന്മാരെ അവരനുസരിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു സാധ്യതക്കു നേരെ അതിശക്തമായി ശബ്ദിച്ചു. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനക്കുള്ള ഇടമാക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്. ഒട്ടേറെ സന്ദർഭങ്ങളിൽ അവര് പ്രവാചകനോട് അന്വേഷിച്ചു, താങ്കൾക്ക് ഞങ്ങൾക്ക് കുറെ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊണ്ടുവന്നു തന്നുകൂടെ ആകാശത്ത് നിന്ന്? വഖാലൂ ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. അവര് പറഞ്ഞു, ഇവിടെ ഈ മക്കയിൽ നിന്ന് താങ്കൾ ഒരു പുഴ ഉണ്ടാക്കുന്നത് വരെ, ഒരു നദി ഉണ്ടാക്കുന്നത് വരെ ഞങ്ങൾ ഒരിക്കലും വിശ്വസിപ്പോയില്ല. ഔ തകൂന ലക ജന്നത്തും മിൻ നഖീലിൻ വഗിനബിൻ
വതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ, അതല്ലെങ്കിൽ ഈന്തപ്പനയുടെയും മുന്തിരിവള്ളിയുടെയും തോട്ടങ്ങൾ താങ്കൾക്കുണ്ടാകണം. അതിനിടയിലൂടെ താങ്കൾ നദികൾ ഒഴുക്കണം. എന്താ കഴിയില്ലേ നിന്റെ റബ്ബ് വിചാരിച്ചാൽ? ഔ തകൂന ലക ബൈതും മിൻ സുഹ്റുഫിൻ ഔ തർഖാ ഫിസ് സമാഇ വലൻ നുഅ്മിന ലിറുഖീക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉഹു ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല. നീ ആകാശത്തേക്ക് കയറി പോകണം, അവിടെ നിന്നൊരു വേദഗ്രന്ഥവുമായി ഇറങ്ങി വരുന്നത് കാണണം. ഇതൊക്കെ അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ തോന്നുമ്പോൾ കാണിക്കാൻ നിങ്ങൾ ചോദിച്ചതൊക്കെ കൊണ്ടുവരാൻ എനിക്ക് സാധ്യമല്ല. ഹൽ കുന്തു ഇല്ലാ ബശറർ റസൂല, ഞാന് മനുഷ്യനാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. ഇവര് ചില ദൃഷ്ടാന്തങ്ങളൊക്കെ ചോദിക്കുമ്പോ ആ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു എനിക്ക് നൽകിയെങ്കിൽ ഈ ജനങ്ങൾ സന്മാർഗത്തിലേക്ക് വന്നെങ്കിലോ എന്ന് ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ ആഗ്രഹിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിനെയും ഖുർആൻ കൈകാര്യം ചെയ്തു. വഇൻ കാന കബറ അലൈക ഇറാദുഹും ലൈൻ ഇസ്തതഅത അൻ തബ്തഅ നഫകം ഫിൽ അർദ് ഔ സുല്ലമൻ ഫിസ് സമാഇ ഫതഅതിഹും ബിആയത്തിൻ. അവർക്കുടെ അവഗണന താങ്കൾക്കൊരു വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട് എങ്കിൽ വഇൻ കാന കബറ അലൈക ഇറാദുഹും ഫഇൻ ഇസ്തതഅത അൻ തബ്തഅ നഫകം ഫിൽ അർദ് ഔ സുല്ലമൻ ഫിസ് സമാഇ ഫതഅതിഹും ബിആയത്തിൻ വലൗ ശാഅ അല്ലാഹു ലജമഅഹും അലൽ ഹുദാ ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ. അവരവഗണിച്ചു കളയുന്നത് താങ്കൾക്കൊരു പ്രയാസമാണ് എങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ ഭൂമിയിൽ വല്ല മാളവും ഉണ്ടാക്കി ആകാശത്ത് വല്ല കോണിയും വെച്ച് നീ അവർക്ക് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നു കൊടുത്തേക്കൂ. അല്ലാഹു അതിന് തയ്യാറില്ല. അങ്ങനെ ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ബാധ്യത അല്ലാഹുവിനില്ല. അതുകൊണ്ട് ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, താങ്കൾ ഒരിക്കലും അവിവേകികളിൽ പെട്ടുപോകരുത്. മുഅ്ജിസത്തിന്റെ തന്നെ അവസ്ഥ ഇതാണ്. അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ട്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ് എന്ന് വെച്ച് അവര് ചോദിക്കുന്നതൊക്കെയും കൊണ്ടുവന്നു കൊടുക്കാൻ, ആവശ്യപ്പെടുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് പോലും സാധ്യമല്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു രീതിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം. അത് ഈമാനിന്റെ അവിഭാജ്യമായ ഘടകമാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. ജമാഅത്തെ ഇസ്ലാമി വളരെ ശക്തിയായി ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിന്റെ മാനദണ്ഡമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രഖ്യാപിക്കുന്നു. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചൊല്ലണം. അത് പതുക്കെ വേണോ ഉറക്കനെ വേണോ അതൊക്കെ ചെറിയ കാര്യമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും മലക്കുകളും റസൂലിനെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. റസൂലിന് സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന് വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ? അതല്ല, ഒരാദർശ പ്രഖ്യാപനത്തിന്റെ കൂറുപ്രഖ്യാപനമാണത്. പഴയ ദർസുകളിൽ പഠിപ്പിക്കപ്പെടുന്ന കിതാബുകളിൽ അതിന്റെ അർത്ഥം വിവരിച്ചത് ഇങ്ങനെയാണ്:
അള്ളിംഹു ഫിദ്ദുനിയാ ബിഇലാഇ ശരീഅതിഹി വഇബ്ഖാഇ ദീനിഹി വതളഇഫി അജ്രിഹി ഫിൽ ആഖിറ. അല്ലാഹുവേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ ഉയർത്തണം ഇഹലോകത്ത്. ബിഇലാഇ ദീനിഹി, ഈ ദീനിനെ അത്യുന്നതങ്ങളിലാക്കിക്കൊണ്ടോ. അതിനുവേണ്ടി പണിയെടുക്കുമ്പോഴാണ് ആ സലാത്തിന്റെ അർത്ഥം വരിക. ബിഇലാഇ ശരീഅതിഹി വഇബ്ഖാഇ ദീനിഹി, ഈ ദീൻ അന്ത്യനാൾ വരെ നിലനിർത്തിക്കൊണ്ടോ. വതളഇഫി അജ്രിഹി ഫിൽ ആഖിറ, അതുവഴി അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിഫലം ഇരട്ടിപ്പിച്ചുകൊണ്ടോ. യഥാർത്ഥത്തിൽ ഈ സ്വലാത്താണ് ജമാഅത്തെ ഇസ്ലാമി കർമ്മരംഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്വലാത്തിനെയാണ് ആധികാരികമായി പ്രതിനിധാനം ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് റസൂലിനോടുള്ള സ്നേഹം അത് വേറെ ആരും പഠിപ്പിച്ചിട്ട് വേണ്ട. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ, ഖാതമുൻ നുബുവ എന്ന ഗ്രന്ഥമെഴുതിയതിന്റെ പേരിൽ കൊലക്കയറിനെ സ്വാഗതം ചെയ്യാൻ അതിന് തയ്യാറെടുത്ത വ്യക്തിത്വമാണ് മർഹൂം അബുൽ അഅ്ല മൗദൂദി. അതിന്റെ പേരിൽ എന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ ഒരാളോടും യാചിക്കരുതെന്ന് ഷഡ്യം പിടിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷേ പ്രവാചകനോടുള്ള സ്നേഹം, പ്രവാചകനെ ആരാധിക്കലാകുന്നത് പ്രവാചക സ്നേഹത്തിനു വിരുദ്ധമാണ്. ഇപ്പോ എന്തെല്ലാം വിവാദമാണ്. തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം. കുറെ ആളുകൾ പറയുന്നത് തിരുകേശം വെക്കാൻ മാത്രമല്ല, വേറെ ഏതോ ഒരു തടി വെക്കാനുള്ള കേന്ദ്രം കൂടിയാണ് തിരുകേശത്തിനൊരു ഉത്തമ കേന്ദ്രം. എന്താണ് ഈ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക്, പ്രവാചകന്റെ തിരുകേശത്തിന് അതിനനുഗ്രഹമുണ്ടോ ബർക്കത്തുണ്ടോ ഇല്ലേ എന്നതല്ല വിഷയം. ഇങ്ങനെ ഒരു നടപടിക്രമം, ഒരു മാതൃക ചരിത്രത്തിൽ എവിടെയെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരായി, സഹാബാക്കളുടെ തലമുറയേക്കാൾ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറിയോ? നിറഞ്ഞ ഗുണകാംക്ഷയോടുകൂടി ഞാൻ ചോദിക്കുന്നു. മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ ധാരാളം പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. ആ പള്ളികളിൽ എവിടെയെങ്കിലും തിരുകേശം ഒരു പ്രതിഷ്ഠയായി വെച്ചിട്ടുണ്ടോ? മക്കത്തെ പള്ളിയും ഹറമും കഅബയും അതുപോലെ മദീനത്തെ പള്ളിയുമൊക്കെ ധാരാളമായി സന്ദർശിച്ചിട്ടുള്ള സഹോദരീ സഹോദരങ്ങളാണല്ലോ. മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാമാണികരായ ഏതെങ്കിലും ഭാരതന്മാർ, പണ്ഡിതന്മാർ 1400 കൊല്ലങ്ങൾക്കു ശേഷം ഇപ്പൊ നമ്മുടെ കേരളത്തിലാണ് ഇതിനൊരു ഉത്തമ കേന്ദ്രം. അത് ആരെ മുടിയാണ്? അതുതന്നെ വിവാദമാണ്. മുമ്പൊക്കെ നമ്മുടെ നാട്ടില് ഏതാണ്ട് പഠിപ്പിക്കപ്പെട്ടിരുന്നത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് തലമുടി പറ്റക്കളയലാണ് എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മുടെ മതപണ്ഡിതന്മാരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു ശരാശരി ആ രൂപത്തിലാണ് നടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്ര വലിയൊരു മുടി എവിടുന്ന് കിട്ടിയത്? ഞാൻ അത് നീട്ടി പറയുകയല്ല. യഥാർത്ഥത്തിൽ ഇത് പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യമാണ് മാനവികതയെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. വെടിവെച്ച ഉണരോ മാനവികത? ഊർക്കം വലിച്ചുറങ്ങൂലേ? എന്നിട്ട്
സാമുദായികമായ സന്തുലിതത്വം പാലിക്കാൻ നമുക്കും വേണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരാൾ ദൈവം എന്ന മട്ടിൽ. എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് സാമുദായികമായ സന്തുലിതത്വം ഇവിടെയും പാലിക്കേണ്ടതുണ്ട്. ഏറ്റവും ഖേദകരമായിട്ടുള്ളത് അങ്ങേയറ്റം പ്രതിലോമപരമായ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഈ സമുദായത്തെ ഉറക്കിക്കെടുത്താൻ അതിന്റെ മാറാപ്പുകളുമായി നടക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ ഉയർത്തിക്കാണിക്കുന്ന ഇത്തരം ആളുകളെ പ്രൊമോട്ട് ചെയ്യാൻ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നിലകൊള്ളുകയും സെക്കുലറിസ്റ്റുകൾ എന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ പോലും നമുക്ക് കാണാൻ കഴിയുന്നു. ഇവർക്ക് പ്രശ്നം ഈ മതമാണ് അവർക്ക് വേണ്ടത്. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിമോചനത്തിന് വഴി കാണിക്കുന്ന, അവന്റെ ഐഹികവും പാരത്രികവുമായ വിജയം ഉറപ്പുവരുത്തുന്ന ആ മതം, ആ ദീൻ ഇവർ ഭയപ്പെടുകയാണ്. അവർക്ക് വേണ്ടത് ആൾദൈവങ്ങളായി ചമയുന്ന, ഇപ്പോ അവിടെയാണല്ലോ, അത്തരം സ്ഥലങ്ങളിലാണ്. ആകെ 2 സ്ഥലത്താണ് ഇപ്പോ ദേശീയോദ്ഗ്രഥനം വളരെ ഭംഗിയായിട്ട് നടക്കണം. ഒന്ന് ഉപ്പാപ്പാന്റെ വള്ളത്തിന്റെ അവിടെ, വേറൊന്ന് നടക്കുന്നത് നമ്മുടെ ഈ മദ്യഷാപ്പുകൾക്ക് മുമ്പിലും. ഇവിടെയാണ് ഇപ്പോ ദേശീയോദ്ഗ്രഥനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ ദിശാബോധം നൽകുന്ന, അവർക്ക് വെളിച്ചം കാണിക്കുന്ന, അവരുടെ വഴികളെ നിർദ്ദിശയിലേക്ക് നയിക്കുന്ന ശരിയായ ദീൻ, ആ ദീനിനെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് അവർ ഭയപ്പെടുകയാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരിൽ അതിശക്തമായി നിലകൊണ്ടിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് വാദിച്ചുകൊണ്ടിരുന്നവർ അവരുടെ 100 വർഷം തികഞ്ഞ അവർ ആഘോഷിക്കുമ്പോ ഇവിടെയാണ് അത് ചുതപ്പെട്ട് നിൽക്കുന്നത്. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരത്തിന്റെയും തടവറയിലാണ് അവർ പെട്ടിരിക്കുന്നത്. വലിയ വലിയ യോഗങ്ങൾ വിളിച്ചുകൂട്ടി, പ്രോജക്റ്റുകൾ വെച്ച്, ക്ലിപ്പിങ്ങിലൂടെ നമ്മുടെ തെരുവോരങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് സമർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ചില പ്രഭാഷണങ്ങൾ കേട്ടാൽ ആ സദസ്സിൽ മഹാഭൂരിപക്ഷവും ജിന്നുകളായിരിക്കും എന്നാണ് തോന്നിപ്പോവുക. ജിന്നുകളോടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറകളിൽ നിന്നുകൊണ്ട് ശരിയായ ദീനിനെ മാനവരാശിക്ക് മുമ്പിൽ സമർപ്പിക്കുക എന്ന സുപ്രധാനമായ അതിമഹത്തായ ദൗത്യമാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഏറ്റെടുത്ത് നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യനിവാസികളോടുള്ള അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാണ് അതിനടിസ്ഥാനം. മനുഷ്യർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭ്യമായി തീരുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ടുള്ളത് മനുഷ്യ സമൂഹത്തിന് റഹ്മത്ത് ആയിക്കൊണ്ടാണ്. ആ ദീനിനെ മാനവരാശിക്ക് മുമ്പിൽ എത്തിച്ചു കൊടുക്കുക. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ അവരുടെ ദൗത്യം നിർവഹിക്കാൻ ഒന്നിച്ചു മുന്നോട്ട് വരണം. അവർക്കിടയിൽ ഐക്യമുണ്ടാകണം. ആ ഐക്യം എന്ന് പറയുന്നത് മാനവ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഐക്യമാണ്, മനുഷ്യ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഐക്യമാണ്. അവരൊന്നിച്ചു നിൽക്കണം. അവരൊന്നിച്ചു നിന്നുകൊണ്ട് സത്യസാക്ഷ്യ നിർവഹണത്തിന് അവർ തയ്യാറാകണം. യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനം കാരണമായി മനുഷ്യ സമൂഹത്തിന്റെ വമ്പിച്ച നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ, ഇന്ത്യയിൽ ജീവിച്ച
പ്രഗത്ഭനായ പണ്ഡിതൻ മൗലാന അബുൽ ഹസൻ അലി നദവിയുടെ വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകം തന്നെയുണ്ട്, മാദാ ഖസിറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ അധപ്പതനം കാരണം ലോകത്തിനുണ്ടായിട്ടുള്ള നഷ്ടം. യഥാർത്ഥത്തിൽ അത് മുഖേന ലോകത്തിനാണ് നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ളത് തീർച്ചയായും അന്വേഷണത്തിന്റെ പാതയിൽ നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ ഐഹികവും പാരത്രികവുമായ വിജയത്തിന്റെ മാർഗമായി ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ ആ അർത്ഥത്തിലുള്ള ഒരു പഠനത്തിന്, ഒരന്വേഷണത്തിന് തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ നമ്മളെ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും നേർവഴിക്ക് നയിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.